ഓമന തിങ്കൾ പക്ഷി നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിനു പേരെന്ത്? ഓമന തിങ്കൾ പക്ഷിയോ. നിർത്താ. ഇത് ശബ്ദം കേട്ട് ഭയങ്കര അരോചകം. ഇതാണോ അരോചകം? അയ്യോ ഈ പറയണ ആള് പിന്നെ 90s ചിത്രയാണല്ലോ. എന്തോന്നാണ് ബഹളം? എടീ ഇത് ഭയങ്കര ശല്യടി. ഇത്ര നാളായിട്ട് ഷോ ഒന്നും ഇല്ലായിരുന്നില്ലേ? ഇപ്പൊ ഗൗരി അമ്മായി വന്നല്ലോ, അതിന്റെ ഷോ. അത് പിന്നെ കാണുമല്ലോ. അല്ലേ വീട്ടിൽ ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ ചേച്ചിക്ക് വെറുതെ ഷോ കാണിച്ചില്ലെങ്കിലേ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാ. അല്ലേ കേശുവേ? അതെ അതെ, ഞാൻ എന്റെ കൊച്ചിനെ പാട്ട് കൊടുത്തതിന് ഒന്നൊന്ന് ഷോ. നിങ്ങളല്ലേ വെറുതെ അലമ്പടക്കി കൂടെ ഇങ്ങോട്ട് കയറി വന്നേ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാട്ട് പാടിയതല്ലേ ഉള്ളൂ. എന്താണ് പ്രശ്നം? എന്താണ്? ഞാൻ എന്റെ കൊച്ചിന് പാട്ട് പാടി കൊടുക്കുമായിരുന്നു കുട്ടുമാമ. അതിനിടയിൽ രണ്ടും കൂടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഞാനും പാടിയത്. എല്ലാരും പാടിയ? അതിൽ ആദ്യം ആരാണ് പാടിയത്? ഗണഭൂഷണം ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി. മകൾ പാട്, മകൾ പാട്. അയ്യോ മാമ, പണ്ടത്തെ പാട്ടുകളൊക്കെ ഞാൻ മറന്നു. വലിയ ടച്ച് ഒന്നും ഇല്ല. മക്കളെ സംഗീതം അങ്ങനെ വിട്ടുകളയുള്ള സംഗതിയല്ല, പാടിയോ? കേക്കട്ടെ. ശരിക്കും അങ്ങനെയാണ്. പണ്ട് വല്ല ആരെങ്കിലും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചാടി. ഇറക്കി വിടുന്നുണ്ടോ? ചുമ്മാ പാടു മക്കളെ. ചേച്ചി പാട്. ഏത് പാട്ട് വേണം? മലയാളം? മലയാളം. മലരും കിളിയും ഒരു കുടുംബം, ഒരു കുടുംബം. നദിയും കടലും ഒരു കുടുംബം, ഒരു കുടുംബം. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം. നദിയും കിളിയും മലരും കിളിയും ഒരു കുടുംബം, ഒരു കുടുംബം. നദിയും കടലും ഒരു കുടുംബം, ഒരു കുടുംബം. മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും. മാനത്തെ കുഞ്ഞുങ്ങൾ സിന്ദൂരം ചിന്തുന്ന മാണിക്ക് കുന്നേറി തുള്ളിച്ചാടും. അഴകുകൾ നിങ്ങൾ, ഉണർവുകൾ നിങ്ങൾ, അഴകുകൾ നിങ്ങൾ, ഉണർവുകൾ നിങ്ങൾ. അമ്മയ്ക്കും അച്ഛനും കണികളെ മേവുന്ന എൻ കണ്ണിൻ മണികളെ നിങ്ങൾക്ക് സ്വർണ്ണപ്പും കുടയുമായി നിൽക്കുന്നു ആരാമം നിറവും. മലരും കിളിയും ഒരു കുടുംബം, ഒരു കുടുംബം. കരയും നദിയും ഒരു കുടുംബം, ഒരു കുടുംബം. ഹലോ, കാർഗോ അല്ല? 2 ബോക്സ് അല്ലേ? ഞാൻ വിളിക്കാം. അതെ, ഗൾഫിൽ നിന്ന് അയച്ച 2 ബോക്സ് കാർഗോയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ഗൾഫിലോട്ടൊന്ന് വിളിക്കട്ടെ. അച്ഛാ അച്ഛാ, ഇതൊരു പണിയിലാണോ? ഞാൻ ഒരു കാര്യം പറയാൻ വിളിച്ചത്. അങ്ങനെ പണിയിലാണെങ്കിൽ പിന്നെ വെച്ചോ. അച്ഛാ, നമ്മുടെ കുട്ടുമാമനില്ലേ, കുട്ടുമാമൻ വലിയ 2 കാർഗോ അവിടെ വന്ന് കിടക്കണം എയർപോർട്ടിൽ. വലിയൊന്നും പറഞ്ഞത് ബിസിയാണെങ്കിൽ പിന്നെ വിളിക്കാം. എന്നിട്ട് പറയേ കുട്ടുമാമൻ ഹോൾഡി. എടാ, ഇവിടെ റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ടാ? ഓ, ഹലോ ഹലോ, കേൾക്കാമോ? ഓ ശരി. കേട്ടോ? നമ്മുടെ കുട്ടുമാമൻ തന്നെ ഇവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഫോളോ ചെയ്യാം. പണി പോകാൻ പറ. പണിയെ കളഞ്ഞിട്ട് വാച്ച ഇങ്ങോട്ട്. അതെ, വാ. ശരി. എയർ ഫ്രയറാ? ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലേ? ലാപ്പ്? പ്രോ മാക്സാ? PS5 എത്ര എണ്ണം? 3 എണ്ണം അല്ലേ? ഇല്ലടാ, ഞാൻ വിളിക്കാം. അതന്നെ ഐറ്റംസ് അതൊക്കെ തന്നെ. ശരി, വിളിക്കാം. ഒന്നുമില്ല. അല്ല മാമ, ഇപ്പൊ ആരാ വിളിച്ചത്?
എൻ്റെ ഫ്രണ്ടിനാടാ റജി. ഗൾഫിലാ? ഓ ആഹാ, ഈ സാധനങ്ങളൊക്കെ വരാറുണ്ടല്ലേ? ആരാണ്ട്? കുട്ടുമാമ, കുട്ടുമാമ, എന്താ ഐ ലവ് യു. വെൽക്കം ടു ഡേ ബൈ ലൈഫ് വ്ലോഗ്. പറഞ്ഞേ, നമ്മൾ രാവിലെ തൊട്ട് എന്നാ ചെയ്യുന്നെന്ന് പറഞ്ഞേ. നമ്മൾ രാവിലെ എണിച്ചിട്ട് അത് പല്ലേക്കും അല്ലേ? എങ്ങനെ പല്ലേക്കുന്നത്? കാണിച്ചെടുത്തേ. ക്യാമറ കാണിച്ചെടുത്തേ. ഇവിടെ കാണിച്ചെടുത്തേ. അങ്ങനെ നമ്മൾ പല്ലേക്കും. എന്നിട്ട് നമ്മൾ എങ്ങനെ കുളിക്കുന്നേ? അങ്ങനെയാണോ കുളിക്കുന്നേ? അങ്ങനെ കുളിച്ചിട്ട് ഇന്ന് രാവിലെ നമ്മൾ എന്താ കഴിച്ചേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്? എന്താ കഴിച്ചു? നമ്മൾ ചായ കുടിച്ചു, അല്ലാണ്ട് നമ്മൾ ഇഡ്ഡലി കഴിച്ചോ? ഇഡ്ഡലി കഴിച്ചു. സാമ്പാർ ഉണ്ടായിരുന്നല്ലേ? സാമ്പാർ ഇഷ്ടപ്പെട്ടില്ല? ചട്നിയോ? തേനീച്ചയോ? സാമ്പാറിൽ തേനീച്ച തേൻ കുടിക്കാൻ വന്നെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുത്ത് ചോദിച്ചു. സുഖമാണോ ഗൈസ് എന്ന് ചോദിച്ചേ. എന്താ ഇവിടെ? ഏച്ചി വാവണ്ണേ, യൂട്യൂബ് ചാനലിൽ വ്ലോഗ് എടുക്കുവായിരുന്നു അല്ലേ ഗൈസ്? പിടിച്ച് കെട്ടറേനെ. ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ. എടി മപ്പിന് സാധനങ്ങൾ വന്നിറങ്ങണ്. മപ്പിന് സാധനങ്ങൾ വന്നിറങ്ങണെന്ന്. എന്തോ നീ വിളിച്ച് പറയുന്നേ? എടി ദുബായ് കാർഗോ. ദുബായ് കാർഗോ ഇന് എവളെ കൊണ്ട് എടി കുട്ടുമാമന്റെ കാർഗോ എയർപോർട്ടിൽ വന്ന് നിക്കണ്. നീ എന്തിനാണ് ചാടുന്നേ? എടി മാമ അതിനകത്ത് എന്തൊക്കെയാ സാധനം കൊണ്ടുവരാന്നറിയൂ? എന്തൊക്കെയാ? എയർ ഫ്രയർ, ഐഫോൺ, ഐപാഡ്, PS5. അതും 6 എണ്ണത്തിനാണ് സാധനം. നിനക്ക്, എനിക്ക്, ലജ്ജ ചേച്ചിക്ക് എല്ലാവർക്കും ഉണ്ട്. ശരിക്കും? ഓ കൊച്ചിനെ പിടിച്ചേ. കുട്ടുമാമ, മാമാ, അജി, കുട്ടുമാമ, ശിവ, കുട്ടുമാമ, ശിവ, 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 മാമാ, ശിവ. അടങ്ങടി, അടങ്ങ്. അവനെന്തേ? മാമൻ, മാമൻ, മാമ അവിടെ ഉണ്ട്. മാമൻ എവിടെ? മാമ അവിടെ ഉണ്ട്. എനിക്ക് മാമനെ കാണണം. ഇവിടെ നശിപ്പിക്കുവല്ലേ. എന്തുവാടാ? ഈ സാധനം ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെ ഒന്നും കാണിക്കരുത്. എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട. കൂളായിട്ട്, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. കൂളായിട്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഇവിടെ 30 ലാഖ് ഇപ്പോൾ ഉണ്ട്. ഓ, കമ്പനിയിൽ നിന്ന് 7.5 ലാഖ് കിട്ടാനുണ്ട്. ഒരു ഫ്രണ്ട് 3 ലാഖ് തരാനുണ്ട്. വൈഫിൻ്റെ അടുത്താ? ഞാൻ ചോദിക്കൂലടാ. ഇല്ല 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 ഇല്ല, ടോട്ടൽ ഒരു 65 ലാഖ് വേണം. അതാണ്. കിട്ടുമോ നോക്ക്, കിട്ടുമെങ്കിൽ അറിയിക്കണം. അറിയിച്ചാൽ മതി, അറിയിച്ചാൽ മതി. ശരി ശരി. എന്താണ് കുട്ടുമാമ, ലക്ഷങ്ങളൊക്കെ വെച്ചുള്ള കളിയാണല്ലോ. എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് ഇവിടെ തന്നെ നിൽക്കണം മോളെ. അത് നോക്കുകയാണ്. നല്ലൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം. ആണല്ലേ? എന്തായാലും കുട്ടുമാമൻ തൊട്ട് ഇവിടത്തെ തന്നെ നിന്നാ തിരിച്ച് പോവൊന്നും വേണ്ട കേട്ടോ. അപ്പൊ എന്താ, അമ്മായി വേണ്ടേ? അമ്മായി വേണം. കുട്ടുമാമൻ എന്ന് പറയുമ്പോ അമ്മായിയും കൂടെ അതിൽ പെടുമല്ലോ. രണ്ടും ഒന്നാണല്ലോ. എന്റെ ചക്കര കുട്ടുമാമൻ. പോരാവേ, കഴിക്കാൻ ഫുഡ് റെഡി ആക്കണ്ടേ? ഞാൻ വരാം, നീ പൊക്കോ. അയ്യോ മാമി വരണ്ട, മാമി റെസ്റ്റ് എടുത്തോ, ഞാൻ പൊക്കോളാം. ശരി ശരി. പിള്ളേരൊരു സ്നേഹം കണ്ട ഞാൻ പറഞ്ഞ ചാവും. അത് ഗൗരി അങ്ങനെ അതവർക്ക് അർത്ഥറിയാത്തോണ്ടാ. അടുത്തറിഞ്ഞ അറിഞ്ഞ അതോടെ വെറുത്തോളും. ഓ പിന്നെ എന്ത് പിന്നെ, എന്റെ അനുഭവം അല്ലേ. ഓ ചുമ്മാ പറഞ്ഞാണ്. ചുമ്മാ പറഞ്ഞ പോടാ ശ്രീ. ഐ ലവ് യു. എങ്ങനെ ലവ് യു. ഗൗരി എന്ത്? ഇപ്പഴാ? അയ്യ പോടാ. എന്താ ഇപ്പൊ കിട്ടണ്ട്, ഇപ്പൊ കിട്ടണ്ട്. ഇപ്പഴൊന്നും തരാൻ പറ്റില്ല. പിള്ളേര് ആണോന്ന്. ഇവിടത്തത് പിള്ളേർ ഇവിടെ ഇവിടെ തുടച്ചു വെച്ചിട്ടുണ്ട്. പിള്ളേര് ഞാൻ വരണ്ട ഗൗരി, വരണ്ട. ലേറ്റ് ആയത്. എന്താ മക്കളെ, ഒരു വിധത്തിൽ ഓടി പടച്ചു എത്തി. സാധനം എന്തൊക്കെ കൊണ്ടുവന്നു? സാധനം എന്തൊക്കെ കൊണ്ടുവന്നു? ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എല്ലാം അവിടെ ഇരിക്കണേ എയർപോർട്ടില്.
എന്തെങ്കിലും കൊണ്ടുവരുന്ന വല്ല വിവരം വല്ല കിട്ടിയാ? ഓ അതൊക്കെ കിട്ടി അച്ഛാ. മറ്റേ എയർ ഫ്രയർ, ഐപാഡ്, ഐഫോൺ, പിന്നെ PS5. PS പൊന്നിയ ചിലപ്പോൾ 1, 2 ഇറങ്ങിയിട്ടുള്ളൂ. എനിക്ക് 5 CD ഒന്ന് കിട്ടിയാ? പടമല്ല അച്ഛാ, ഗെയിം PS5 പ്ലേ സ്റ്റേഷൻ. ആർക്കാ കൊണ്ടുവന്നു? എനിക്ക് ശിവാനിക്ക് ലജ്ജ ചേച്ചി. അപ്പൊ എനിക്കില്ലേ? ആ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടല്ലോ. ആ പച്ച ഗേറ്റ് കഴിഞ്ഞ് നേരെ ഇങ്ങ് വാ. നേരെ കയറി വരാൻ പറയടാ. കേറി വാ നേരെ കേറി വാ. വളയല്ലേ നേരെ ഇങ്ങ് വാ. അതിന് വലിയൊരു കോമ്പൗണ്ട് ആണ്. വാടക വീടെന്ന് പറയല്ലേ പങ്ക വയ്യ. വാടക വീടെന്ന് പറയല്ലേ. ആ നേരെ കേറി വാ. കുട്ടൂസേ ആരാടാ? സ്ഥാനത്തി എന്തൊരു സ്നേഹം അച്ഛന് കുട്ടുവാനെടുത്ത്. സാധനം സൂക്ഷിച്ചിറങ്ങണേ. മാമ ഞാൻ എടുക്കാം. ഡിക്കിലുണ്ടോ വേറെ? അങ്ങനെയല്ല മാറ് പിന്നെ? എടുക്കടാ. ഇല്ലേ ഡിക്കിലുണ്ടോ? സാധനം ഡിക്കലുണ്ടോ ഏട്ടാ? ഇല്ലേ അച്ഛാ, ഞാനുണ്ടോ അച്ഛാ? എടുക്കാന്നേ. തുറക്കണ്ടേ? ഇവിടെ തുറന്നിക്കല്ലേ? നോക്കിക്കാൻ സഹായിക്ക്. അത് ശരി. ഹെൽപ്പ് ചെയ്യ്. കള്ള കുത്തിക്കയറ്റി വെച്ചിരിക്കണല്ലേ. ഇവന് 4-4 പെട്ടിയായിട്ട് എടുത്തുണ്ടായിരുന്ന അച്ഛാ സൂക്ഷിച്ച്. ക്രോക്കറിയാണോ? കോക്കറി ആണെങ്കിൽ അത് എടുത്തോണ്ട് പോലെ. അച്ഛാ ബാക്കിയിട്. ഒറ്റ കൊണ്ടുപോ. കൊണ്ടുപോടേ. പറ്റിയ സാർ എടുക്കല്ലേ. എന്തിനു മാമ? ഇതിലെന്തോ ഉണ്ട്. സ്പെഷ്യൽ സാധനം ഒരുക്കി. ഇതിലെന്തോ തൊടല്ലേ. അളിയാ തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ കാലം മാറിയളിയാ. അങ്ങനെയല്ലെന്നേ. എക്സ്പെൻസീവ് സാധനങ്ങളാണ്, അതുകൊണ്ടല്ലേ. ഇതവിടെ പോണു. ഓക്കെ എന്തൊരു മാമ? ഇത് നമുക്ക് അംഗസംഖ്യ കൂടുതലായോണ്ട് അതിനനുസരിച്ച് സംവിധാനം മാറ്റി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. കേശു ടോർച്ചുണ്ടെങ്കിൽ എടുത്തോണേ. അയ്യോ ഇതിവിടെ ഇരിക്കണ. എങ്ങോട്ട് കൊണ്ടുപോകണത്? തുറടാ. എവിടെ കൊണ്ടുപോകണത്? ഇത് അകത്ത് വെക്കണ്ടേ? അകത്തല്ലേ? അവിടെ എന്റെ റൂമിൽ കൊണ്ട് വെക്കണം. യാതൊരു റൂമില്. അപ്പൊ അവിടെ എന്റെ റൂമിൽ. എടാ അത് കുടിസ് റൂമില് നിന്ന് തിരിയാൻ പറ്റൂല. പിന്നെ ഇവിടെ വെച്ചാൽ നിന്ന് തിരിയണ്ടേ? ഞാൻ തിരിയൂല. ഇങ്ങോട്ട് എടുക്കണം. നമ്മുടെ റൂമിൽ വെക്കാം. അവിടെ പോണേ. കൊച്ചു പപ്പുണ്ട്. പൊട്ടുന്ന സാധനങ്ങളെ കാണാൻ കയറി ഇറങ്ങി ഇല്ലാതാക്കും. ഇല്ല കൊച്ചു ഉറങ്ങുവാ. എടാ സീക്കുട്ട, എടാ ചേച്ചിക്ക് ഒരു സന്തോഷമാവില്ല. ഇവിടെ വെക്കടാ. എവിടെ? ഇവിടെ. അവിടെ വെക്കണ്ട. എടാ ഒരു കാര്യം ചെയ്യാം. എന്നാ ആ മൂല വെക്കാം. എന്റെ റൂമിന്റെ മൂല വെക്കാം. എല്ലാവരും അപ്പൊ എന്റെ കണ്ണ് കാണുമല്ലോ അവിടെ. എന്തൊന്നും ഇത് കൊല്ല കഴിപ്പിക്കാണ്ട് വെച്ചേക്കണോ? കേശു ഇൻസൾട്ട്. അയച്ചാ പറ്റൂ. ഇവിടെ എന്റെ രണ്ടും കൂടെ കണ്ണല്ലേ? റെസ്റ്റ് എടുത്തോ. പോ. എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. കൊച്ചു ഉറങ്ങാൻ നോക്ക്. ഈ ബഹളം കണ്ട് കൊച്ചു ഉണരും. ഇത് ഒരെണ്ണം താഴെ വെക്കാൻ. ഇത് ഒരെണ്ണം ആദ്യം മേളിലെത്തി താഴെ വെക്കാം. എന്താടാ ഇത്? കസ്റ്റംസ് സാരി എന്നാലും ആ മൊബൈൽ ഫോൺ ആർക്കായിരിക്കും? ചിലപ്പോഴേ കുട്ടുവാണ് തന്നെ ആയിരിക്കും. ഇടി കുട്ടുവാമിന്റെ നല്ല ഫോൺ ഇരിക്കുമല്ലേ. മാത്രമല്ല ഗൗരവമ്മയുടെ കയ്യിലാണെങ്കിൽ പുത്തൻ ഫോണും ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കണ? അല്ല അച്ഛൻ കിടന്ന് ഓടുന്നത് എന്തിന്? നിങ്ങൾ ഇവിടെ ചർച്ച നടത്തുമ്പോഴേ എനിക്കവിടെ മനസ്സമാനത്തോടെ ഇരിക്കാൻ പറ്റൂ. എന്താണ് ചർച്ച? അത് പിന്നെ ഐഫോൺ ആർക്കാണെന്നുള്ളൊരു ചർച്ചയെ. ഐഫോണ്? മാമൻ കൊണ്ടുവന്ന ഐഫോണ്. ഇപ്പൊ നിങ്ങൾക്കിപ്പം പ്ലേ സ്റ്റേഷനും ഗെയിമും കളിക്കാനൊക്കെ തന്നില്ലേ? പിന്നെ നിനക്കാണെങ്കിൽ സ്പ്രേയും ഡ്രസ്സും ഒക്കെ തന്നില്ലേ? അപ്പൊ ഐഫോൺ എനിക്കായിരിക്കും. ആഹാ അത് അച്ഛനെ ഉറപ്പിച്ചാ മതിയാ? കളിക്കല. നീ കുഴപ്പമെത്തോ? പിന്നെ അല്ലാതെ നിന്റെ ഭർത്താവ് ഗൾഫിലല്ലേ? അപ്പൊ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവരുമല്ല. അപ്പൊ എന്തിന്റെ ആക്രമണം തീർന്നില്ലേ? അത് തന്നെ. ചേച്ചിക്ക് സിദ്ധുളയും കൊണ്ടിരുന്നൊന്നും പോരെ. പിന്നെ കിടന്ന് കാണിക്കുന്നേ. ഈ തിന്നും പിള്ള കൊതിപ്പിള്ള. തിന്നും പിള്ള കൊതിപ്പിള്ള കുട്ടമ്പിള്ള മോള് ചെറുമോള്. ഇനി അമ്മയോട് പറഞ്ഞു കൊടുക്കാൻ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്കും. ചേച്ചി എന്തിന്? അച്ഛാ എപ്പ പെട്ടുപൊട്ടിക്കും? പെട്ടി എനിക്കറിയാം. അവളെ കിടന്ന് കറങ്ങി കിടക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പൊട്ടിക്കും കേട്ടാ. ചുമ്മാ അങ്ങനൊന്നും ചെയ്യലട്ടോ. എന്തായാലും പെട്ടിയിൽ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലേ? കമ്പിക്ക്
9835 വളരെ വില കുറവാണല്ലോ. 9835 അത് ബാങ്ങടാ നീ. ആദ്യം എൻ്റെ സ്റ്റിക്കർ പതുക്കാൻ മതി. പെട്ടെന്ന് കളിച്ച് നോക്കണം. സാധനം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒട്ടിച്ചു വയ്ക്കണം. അച്ഛാ അത് മോഷണമല്ല അച്ഛാ. എടാ രാത്രി അവന് 10 മണിക്കും 11 മണിക്കും 12 മണിക്കും കണ്ട് കത്തറി നെയ്യപ്പം ഉണ്ണിയപ്പം മുട്ട കടിച്ച് വീഴാണ്. അത് മോഷണമല്ലടാ. അത് ഡൊമസ്റ്റിക്, ഇത് ഇന്റർനാഷണൽ. എടാ നിന്റെ സ്വന്തം മാമന്റെ സാധനം തന്നെ. നോക്കാണ്ട് ഒരു കുഴപ്പമില്ല. ഇത് വച്ച് നടത്തരുത് കേട്ടാ. ഇപ്പോൾ നോക്ക്. അയ്യോ അച്ഛ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്. ഓ ഞാൻ ശ്രദ്ധിക്കില്ല, നീ പോ. ആരെയും വന്നു കഴിഞ്ഞാൽ സിഗ്നൽ തരും. ഓക്കെ. ആ നോക്കിയോ. എന്താ എന്ത് പറ്റി? തുമ്മലും മക്കളെ. ടാബ്ലറ്റ്സ് ഒന്നും വേണ്ട. ഓക്കെ ആണല്ലോ ഓ കുറച്ച് കഴിഞ്ഞ് മാറിക്കോളും. ഉറപ്പല്ലേ? ഓ നടക്കൂല കേട്ടോ. നടക്കും. നടക്കാത്ത എന്ത് നോക്കിയേ. യേശുവേ നീ എന്തോടെ കാണിക്കുന്നത്? എന്ത് ചെയ്യുവാ? എന്ത് ചെയ്യണം? അവൻ എന്തെങ്കിലും ചെയ്തോടെ? എനിക്കെന്ത്? കൊച്ചേ പോ. ഉപകാരപ്പെടും പോ. പിന്നെ അതറിയോ ഉപകാരപ്പെടും നിനക്ക്. പോ. എന്താടാ അത്? എന്തോന്നാ ഇവിടെ? ഒന്നുമില്ല. പിന്നെ പിന്നെന്താ അവിടെ കിടന്ന് കറങ്ങണത്? ചെറുക്കേണ്ട ഒരു കാര്യം. അവൻ പറയണ മാമൻ കൊണ്ടുവന്ന പാഴ്സലിന് എന്തോ സ്റ്റിക്കർ ഇളകരിക്കണം എന്നാ. ഓ ഇവിടെ ഇങ്ങനെ ഇളകിരുന്ന് മാമ. അകത്ത് പാറ്റ ഇവിടെ വേണ്ട. അകത്ത് പാറ്റ വലിയ കാരണം അവനൊരു സംശയം. ചെറുക്കേണ്ട ഒരു കാര്യം. എടാ നിന്റെ മാമൻ കൊണ്ടുവന്നല്ലേ? നിന്റെ മാമൻ കൊണ്ടുവന്നൊക്കെ നിനക്കല്ലേ? അവനൊരു ആഗ്രഹം കാണാൻ. അവൻ ഇല്ല, അവൻ വരട്ട്. ചെറുക്ക് പിള്ളേരല്ലേടാ. നിന്റെ അതേ സഹോദരൻ. പണ്ട് നീ ഇങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പം ഒന്ന് നോക്കും. ഇതേ ഹലോ അളിയാ. എന്താ ഫോണിൽ അളിയാ. സാധനം എല്ലാം വന്നിട്ടുണ്ട്. വേറെ ഏതളിയെ? ഒരുപാട് അളിയൻ പറഞ്ഞു. എടാ ഒറ്റ അളിയെ ഞാൻ മാത്രമല്ല കേട്ടാ. അതെ. നടക്കണ കേസ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ? ഇല്ല എല്ലാം ഉണ്ട്. ഇങ്ങനെ കുട്ടോ ചുമ്മാരി. ഉണ്ട്. വച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഓ ശരി. ഓക്കെ. മക്കളെ പേടിക്കണ. മാമ ഉപ്പഴൊന്നും വരൂലടാ. അവൻ മണിയറയ്ക്കകത്ത് കയറി. ഓ എടാ നീ അങ്ങനെ വിചാരിക്കണ്ട. അത് മോഷണമൊന്നുമല്ല. നിന്റെ മാമന്റെ സാധനമില്ലടാ. നീ നോക്ക്. നിനക്കറിയാൻ ഒരു ആഗ്രഹം കാണൂലേ? അച്ഛൻ്റെ അത് ശരിയാവൂല. നീ നോക്ക്. മക്കൾ നോക്ക് കേട്ടാ. ഇവിടത്തെ ഓപ്പണിംഗ് കറക്റ്റ്. പുറത്തുണ്ടോ? എന്താണ് സംഭവം? എന്താടാ മോഷണം നമ്മളെ കുടുംബത്തിലാ? ഒരു സാധനം കൊണ്ടുവച്ചാൽ അവിടെ വച്ചേക്കാൻ സമ്മതിക്കണം. തൊട്ടും തടവി ഇരിക്കണേ. ചെറുക്കൻ്റെ ഒരു കാര്യം. ചെറുക്കൻ്റെ ഒരു കാര്യം. കാശുവേ മോനെ ഡാ നീ കൊള്ളാല്ലേ? കൊണ്ട് വേഷം കൊടുത്തിട്ടുണ്ട്. കിട്ടിയവന് കരയാണ്. ഭയങ്കര കരച്ചില്. എന്തോന്നാണ് ഒട്ടിച്ചു വെച്ചത്? നമ്മളിന്ന് ഇടിയപ്പമൊക്കെ കഴിച്ചിട്ട് നമ്മളിന്ന് പുതിയ ഉടുപ്പൊക്കെ മേടിക്കാൻ പുറത്ത് പോണ്ടേ നമുക്കിന്ന്? എന്തുടുപ്പാ കുഞ്ഞിന് വേണ്ടേ? ഫ്രോക്കാണോ വേണ്ടേ?
ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അളിയാ ശിവ, ആ കേശു. പെട്ടി പിടിക്കാൻ പോണ അല്ല, പെട്ടി എടുക്കാൻ ആള് വന്നു. പെട്ടി എടുക്കാൻ ആള് വന്നു. സഹായിക്കണം. ബാ. ഏതാള്? എന്റെ ഫ്രണ്ടിന്റെ പെട്ടിയാണ് അളിയാ അത്. ഇത് ഫ്രണ്ടിന്റെ വീട്ടില് കൊടുക്കാനുള്ള പെട്ടിയാണെന്ന് അവ എന്റെ പേരിലോട്ട് അയച്ചത്. വാ. നടുവയ്യ എന്താന്ന് അളിയ നടുവയ്യെന്നേ. വാടാ, വന്ന് പെട്ടി എടുപ്പാ. ഇവിടെ എന്തൊരു ഗോഡൗണ് പെട്ടി ഇവിടെ കൊണ്ടടുക്കാൻ. എന്താ സംഭവം എന്താ? ഞാൻ പെണ്ണിന് വേണ്ടി പെട്ടി ഇവിടെ കൊണ്ടടിക്കുന്നു. നമുക്കുള്ള പെട്ടിയല്ലേ? അല്ലെന്ന് ഇന്നലെ എടുത്തിട്ട് നടു ഓടിച്ചു. മറ്റേ കൂടെ എടുത്ത രണ്ടും ഉണ്ടാ? പിന്നെ ഒന്നുകൂടെ വെച്ചിട്ട് ഇവിടെ താഴെ വീഴാൻ കൊണ്ടുപോണേ. വിലയുള്ള സാധനങ്ങളാണ്. പൊട്ടിട്ട് തറവിന്ന് പൊട്ടിട്ട് അല്ല എന്തോന്ന് സംഭവം എന്താണെന്നറിയാം അളിയാ, അവിടെ അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വിലയുള്ള സാധനങ്ങളായതുകൊണ്ട് അവിടെ വെച്ച് ആരെങ്കിലും എടുത്തോണ്ട് പോയല്ല. അതുകൊണ്ട് അവൻ എൻ്റെ പേരിലോട്ട് അയച്ചാണ്. ഓഹോ, അപ്പൊ അവിടെ ഇല്ലായിരുന്നു. അമ്മയ്ക്കാണ് ഇത്രയും. നിനക്കൊന്നും തന്നില്ലല്ലേ? വെയിറ്റ് ചെയ്യും, ഞാൻ പോരാ. അവിടെ ആരുണ്ട്? അവിടെ അമ്മയുണ്ട്. അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മക്ക് 82 വയസ്സ്. 82 വയസ്സായ? അല്ല ഇത്രയും സാധനം അവർക്ക് എന്തിനാ? അമ്മ ഭയങ്കര അപ്ഡേറ്റഡാ. ഐഫോൺ ഉപയോഗിക്കും, ഐപാഡ് ഉപയോഗിക്കും, ഫുൾ ടൈം യൂട്യൂബിലാ. 82 വയസ്സായ അമ്മച്ചി വിസ ഒന്നും കിട്ടാറായില്ലേ? അല്ലടേ, മോൻ്റെ അടുത്ത് പോയി വിസ കിട്ടാറായില്ലെന്നാണ് ചോദിച്ചത്. ഇത് ഐപോഡ് ഇതൊന്നും മാത്രമല്ല, വല്ല അമ്മയ്ക്കുള്ള ആട്ടമല്ലൊക്കെ ആയിരിക്കും. എന്ത് വെയിറ്റ് ആണെന്ന് അറിയാം. പണ്ടാണ് എൻ്റെ നടുപടിഞ്ഞു. ബാക്കി ഫ്രണ്ട്സിന് കൊടുത്ത് കൊണ്ട് അടിച്ചോ. ഡേയ്, എന്ത് എനിക്കടിക്കാന്നൂല്ലേ? അളി എന്നെ അടിക്കാറുണ്ട്. ശരിയടാ, ചെല്ലു. ഓക്കെ. കുലിക്കാതെ കൊണ്ടുപോണേ വണ്ടി. അത് നീ മറന്നിട്ടില്ല. എനിക്കടിക്കാറുണ്ട്. പിന്നെ എനിക്കടിക്കാൻ വെച്ചോ. ഇതൊരു ക്വാർട്ടറാ അടിക്കേ. ഇത്. സ്പ്രേ അളിയാ. എനിക്ക് അടിക്കാനൊന്നുമില്ലടാ. അളിയ അടിയൊന്നും നിർത്തിയില്ലായിരുന്നോ? നിർത്തിയടാ. പിന്നെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് നിർത്തിയടാ. ഞാൻ നിർത്തി. ഇനി അടിക്കണില്ല. നിർത്തി. പ്രായം അടിക്കാം. കൊണ്ടുപോ, ആരെങ്കിലും കൊണ്ട് അടി. ഓ, ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. പിന്നെ പെരുത്ത സന്തോഷം. എനിക്ക് പെട്ടിയെടുത്ത് നടുവേടാ. ഞാൻ പോട്ടാ. ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ല. എനിക്കിപ്പോ കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് വാ അളിയ, പറയട്ടെ. എന്ത്? വെയിറ്റുണ്ടോ? നല്ല പോകരം ഉണ്ടല്ലേ? ചേച്ചിക്കുള്ളതാണ്. സ്വർണ്ണം തന്നെടായി. സ്വർണ്ണമല്ല, ചുമ്മാരികളിയാ. പിന്നെ മകളെ റിങ് സ്വർണ്ണമോതിര പിന്നെ അല്ലേ. നന്ദിയില്ലാത്തവൻ. അവൻ നിക്കറെ കൂടെ മുള്ളണ പ്രായം. ഞാൻ അവനെ തോളിരുത്തി 2-3 കിലോമീറ്ററിന് അപ്പുറം ചെറിയൊരു കടയുണ്ട്, അരിയുണ്ട കിട്ടുന്ന കട. അവിടെ ഞാൻ ചെന്ന് അരിയുണ്ട വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. 10-12 എണ്ണം എൻ്റെ തോളിരുന്നാണ് അവൻ തിന്നണത്. വീട്ടിൽ എത്തുമ്പോൾ തന്നെ തല മൊത്തം മാവാണ്. കുഴഞ്ഞിട്ടാൽ മതി. അതിൽ നിന്നുണ്ടാക്കുന്ന ആലുണ്ട. അങ്ങനെ ഉള്ള വൃത്തി. കുഴപ്പമില്ല, എല്ലാവരും നന്നായിരുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട. എല്ലാവരും നന്നായിരിക്കട്ടെ. എന്താണ്? അല്ല, നന്നായിരുന്നാൽ മതി എന്ന് പറയായിരുന്നു. എല്ലാവരും നന്നായിരിക്കട്ടെ. നിന്റെ അമ്മയ്ക്ക് കൊടുത്തരേ. ഇതാ അങ്ങോട്ട് വന്ന ശരിയടാ. ഓ, എന്ത് പറയട്ടെ? ഒന്നും പറയണ്ട. നീ ഒന്നും പറയണ്ട. കണ്ണടച്ചു പിടി. ഇതിന് കൈ തറന്ന് കൊല്ലാനാണ്. കണ്ണടച്ചു പിടി. സ്വർണ്ണക്കോനടാ. അളിന്നിരിക്കട്ടെ, എൻ്റെ ഒരു കുതിരപ്പവൻ. എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, എന്നെ സ്നേഹിച്ച് കൊന്ന് തോപ്പിച്ചളഞ്ഞു. ഇപ്പൊ ഈ കോയിന്റെ രൂപത്തില് നീ
ഇപ്പോഴത്തേക്കിന് ബാക്കിയില്ലടാ അളിയ ഇത് മതി ഇത് ഇവിടെ എനിക്ക് ധാരാളം